പശുവിന്റെ ഗോമൂത്രം തളിച്ചിട്ട് ക്ഷേത്രത്തിന്റെ ശുചീകരണം, ഊമ്പിത്തരത്തിനൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഈ വിശ്വാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയായിട്ട് നിൽക്കുന്നത്. പ്രസാദ ലഡുവില് മൃഗക്കൊഴുപ്പ്. തിരുപ്പതി ശ്രീമല ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രത്തിന് ഗോമൂത്രം തളിച്ചിട്ട് ശുചീകരണം. ഇന്ന് റിപ്പോർട്ടറിൽ വന്നിട്ടുള്ള വാർത്തയാണ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അതിൻ്റെ വീഡിയോ ആണ്. നമുക്കറിയാം, തിരുപ്പതി ലഡുവിൽ ബീഫ്, അതുപോലെ പോർക്ക്, ഫിഷ്, ഇതിൻ്റെയൊക്കെ കൊഴുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ കൊടുത്ത പ്രസാദ ലഡുവിൽ. അത് കണ്ടെത്തിയത് ഗുജറാത്തിലുള്ള ഒരു ലാബിൽ നിന്നാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. ഭയങ്കര സെൻസിറ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടാം. ആളുകൾ തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കാം, പാർട്ടികൾ തമ്മിൽ അടിയാക്കാം, വംശീയ അധിക്ഷേപങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ഈ വാർത്ത വന്ന സമയത്ത് ഒരുപാട് പേര് അതിൻ്റെ താഴത്ത് കമൻ്റ് ഇടുന്നുണ്ട്. അതായത് കമൻറ്റുകൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. മൃഗക്കൊഴുപ്പ് കൊണ്ടുള്ള അശുദ്ധി മൃഗത്തിൻ്റെ യൂറിൻ കൊണ്ട് തീർക്കുന്നത് വിവരക്കേടല്ലേ എന്ന് ഒരാൾ ചോദിച്ചത്. മൃഗക്കൊഴുപ്പ് പോക്കാൻ മൃഗത്തിൻ്റെ വിസർജ്യം ബെസ്റ്റ്. ഗോമൂത്രം നെയ്യിനേക്കാളും ആണല്ലോ എന്ന്. പിന്നെ വേറെ ചോദിച്ച്, ആ പോകുന്ന മൃഗങ്ങളുടെ അത്രയും വൃത്തികെട്ട കൊഴുപ്പ് അല്ല പാവം മിണ്ടാപ്രാണികളുടെ എന്ന് അവിടെ പോകുന്ന ആളുകളുടെ പൂജാരിമാരൊക്കെ കേട്ടോ പറഞ്ഞത്. കൊഴുപ്പ് ശുദ്ധിയാവാൻ മൃഗത്തിൻ്റെ മൂത്രം കൊണ്ട് കഴുകുന്നതോന്ന്. മൂത്രം കൊണ്ട് തന്നെ ശുദ്ധിയാക്കണം. ഗോമൂത്രം അടിപൊളി. കുറേ വിവരമില്ലാത്ത മണ്ടന്മാർ, അതും ഈ കാലത്ത്. ബുദ്ധി കൂടി വിവരം കൂടി. ഊമ്പിത്തരത്തിനൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഒരാൾ ചോദിച്ചാൽ. പിന്നെ ഇതിങ്ങനെ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ കമൻറ്റ് ചെയ്ത ആളുകൾ ഈ പറഞ്ഞ മുസ്ലിങ്ങളൊന്നുമല്ല കേട്ടോ. അങ്ങനെയുള്ള നമ്മളൊക്കെ വിചാരിക്കുന്നത് മുസ്ലിങ്ങളായിരിക്കും ഇങ്ങനത്തെ കാണുമ്പം. അങ്ങനെയൊന്നുമില്ല. പല മതസ്ഥർ വന്നിട്ടാണ് ഈ കമൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടൊരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ സയൻറ്റിഫിക്കലിയൊക്കെ നോക്കിയിട്ട്, അതായത് കൊഴുപ്പിനേക്കാൾ മോശമാണ് മൂത്രം എന്നുള്ള സയൻറ്റിഫിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ സയൻറ്റിഫിക്കലി എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതൊരു വിശ്വാസമാണ്. അതിന് എന്താണെങ്കിലും നിങ്ങൾ സയൻറ്റിഫിക് പ്രൂഫോട് കൂടി വിശ്വാസം നോക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരു മതവും കാണില്ല. മുസ്ലിമും കാണില്ല, ഹിന്ദുവും കാണില്ല, ക്രിസ്ത്യനും കാണില്ല. യാതൊരു മതവും നമ്മുടെ നാട്ടിലുണ്ടാവില്ല സയൻറ്റിഫിക് പ്രൂഫ് നോക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പം പണ്ട് എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ഇതും ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അത് പശുമൂത്രത്തിൽ എന്തുണ്ടോ എന്നുള്ളതല്ല, അതൊരു ആചാരമാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് കൊല്ലങ്ങളായിട്ട് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അതിൻ്റെ താഴത്ത് വന്ന് ഇങ്ങനെയിട്ട് കമൻറ്റ് ചെയ്യേണ്ട കാര്യം ആർക്കില്ല. കുറച്ച് കാലം മുമ്പാന്ന് തോന്നുന്നുണ്ട്, ഒരു ഉസ്താദ് മുസ്ലിം വിഭാഗത്തിൻ്റെ, നമുക്കറിയാം, ചില പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഫാത്തിഹ പോലത്തെ സൂറത്തുകൾ ചൊല്ലിയിട്ട് സൂറത്ത് നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ ഭക്ഷണത്തിലോട്ട്, നമ്മൾ വെള്ളത്തിലോട്ടൊക്കെ ഊതിക്കഴിഞ്ഞാൽ അതെന്തോ നല്ല അതിലുള്ള ഇത് മാറും, നല്ലതാണ് എന്നുള്ളൊരു വിശ്വാസം. നമ്മളിപ്പോൾ ഈ മൂത്രം തളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഒരു വീഡിയോ വരുന്ന സമയത്ത് അതിൻ്റെ താഴത്ത് വന്ന് ഒരുപാട് ആളുകൾ ഇതുപോലെ ചോദ്യം ചോദിച്ചിരുന്നു. വിവരക്കേടല്ലേ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് കാണിക്കുന്നത്? ഇത്രയും ബോധമില്ലാത്തവന്മാരാണോ? അന്ന് ആ ചോദിച്ച അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഇന്ന് ഇവിടെയും വന്നത്. എനിക്ക് അവരോടും പറയാനുള്ളതും ഇവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം തന്നെയാണ്. അതൊരു വിശ്വാസമാണ്. ഒരു ഉസ്താദ് ഈ പറഞ്ഞ സൂറത്ത് ചൊല്ലി ഊതിയതുകൊണ്ട് അവിടെ ഒരു മാറ്റങ്ങളും വരാൻ പോകുന്നില്ല. സയൻറ്റിഫിക്കലി നമുക്കൊന്നും തെളിയിക്കാനില്ല അവിടെ, അല്ലേ? അതുപോലെ തന്നെ പശുവിൻ്റെ മൂത്രം കൊണ്ട് ശുചീകരിക്കുക എന്നുള്ളത് സയൻറ്റിഫിക്കലി ഒന്നും തെളിയിക്കാനില്ലതാ. ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഓരോ വിശ്വാസമാണ്. ഈ വിശ്വാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയായിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു വിശ്വാസത്തിന് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഇന്ത്യ ആയില്ല. ഏത് വിശ്വാസത്തിനാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യമായി മാറിയനെ. ഇസ്ലാമിക് കൺട്രി, ഹിന്ദു കൺട്രി, ക്രിസ്ത്യൻ കൺട്രി എന്നൊക്കെ പറഞ്ഞ പോലെ ആയി മാറിയനെ. അതിന് പകരം ഒരു ജനാധിപത്യ മതേതര രാജ്യം എന്ന് ഇന്ത്യ പറയുന്നത്, ഇവിടെ എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലാരും കൈയടത്താൻ വരില്ല. പക്ഷെ ഇപ്പാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത്. പണ്ടും ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു. പണ്ടും ശുചീകരിച്ചത് ചാണകം തളിച്ചിട്ടും പശുവിൻ്റെ മൂത്രം തളിച്ചിട്ടൊക്കെ തന്നെ ആയിരുന്നു പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ. ഇപ്പോഴും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക്, ഈ നെല്ലൊക്കെ കൊയ്യുന്ന കാലത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റം മൊത്തം ചാണം തളിച്ചാൽ വെക്കാറ്. അതിലാണ് നെല്ല് കൊണ്ടിട്ടിട്ട് നമ്മൾ നെല്ല് മെതിക്കാറും അതിൽ നിന്നാണ് നെല്ല് വേർതിരിക്കാറും പുല്ല് മാറ്റാറും ഒക്കെ ചാണം തെളിച്ച മുറ്റത്തായിരുന്നു. അന്നും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ അതിലുള്ളത്? അതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ മന്ത്രിച്ച് ഊതുന്നതും ഭക്ഷണത്തിൽ ഊതുന്നതും വെള്ളത്തിൽ ഊതുന്നതും അതൊരു വിശ്വാസമാണ്. അത് പണ്ട് മുതലേ ഉണ്ട്, ഇന്നും ഉണ്ട്, അത് എന്നും ഉണ്ടാവും. ഈ മതങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉള്ള കാലത്തോളം അതൊക്കെ ഉണ്ടാവും. അതിന് ഹിന്ദുക്കൾ വന്നിട്ട് അതിനെ കുറ്റം പറയാം,
ഇപ്പം മൂത്രം തളിച്ചതിന് മുസ്ലിങ്ങളും മറ്റു മതക്കാരും വന്ന് ഇവരെ കുറ്റം പറയുന്നതിലും ഒരു കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ചാടി വീഴാറുണ്ട് നമ്മുടെ ഈ എക്സ് മുസ്ലിംസും കുറേ യുക്തിവാദികളും. എന്തോ ഇന്നത്തെ ന്യൂസിൻ്റെ പേരിൽ അതൊന്നും കണ്ടില്ല, ചിലപ്പം വരുമായിരിക്കും. ഇവന്മാർ ഇങ്ങനത്തെ ഓരോന്ന് കിട്ടാനാ കാത്ത്. പക്ഷേ എക്സ് മുസ്ലിമിനെ പറ്റി എനിക്കറിയില്ല. എക്സ് മുസ്ലിമിലുള്ള എന്താ പറയുക, മുസ്ലിങ്ങളെ കുറ്റം പറയാനും ഇല്ലാണ്ടാക്കാനും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു പ്രത്യേകതരം വിഭാഗങ്ങളാണ് എക്സ് മുസ്ലിം. അപ്പോൾ അവരിതിൽ വരും, ഇതിൽ കൈ കടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറേ യുക്തിവാദികളുണ്ട്. ഏത് മതത്തിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും അത് യുക്തിക്ക് എന്താ പറയുക, യുക്തിക്ക് കൊള്ളുന്നതല്ല, അത് മറ്റേതാണ് മറച്ചതെന്നും പറയുന്നത്. അങ്ങനത്തെ ആളുകളൊക്കെ എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മെസ്സേജ് ചെയ്യാറും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഇന്ത്യയായി നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ എല്ലാ ആചാരങ്ങളും ഇന്ത്യയിൽ വേണം. ഇങ്ങനെ ചെയ്യുന്നവരത് ചെയ്യട്ടെ, മന്ത്രി ചൂതുന്നവർ അത് ചെയ്യട്ടെ, അതല്ലാത്ത കാര്യങ്ങൾ വിശ്വാസങ്ങൾ ചെയ്യുന്നവർ അവരെ വിശ്വാസത്തിന് വിട്ടേക്കട്ടെ. പക്ഷേ ഇത് റിപ്പോർട്ടർ കൊടുത്തതാണ് എനിക്ക് ഏറ്റവും ഇതായി. റിപ്പോർട്ടർ അത് കൊടുക്കേണ്ട കാര്യമില്ല. റിപ്പോർട്ടർ എവിടോ എന്തോ ഒരു വല്ലാത്തൊരു റിപ്പോർട്ടായി പോയത്. പശുവിൻ്റെ മൂത്രം തളിച്ച് എന്താ പറയുക, ഗോമൂത്രം തളിച്ച് ശുചിയാക്കുന്നു. അതായത് കറക്റ്റ് പോയിന്റാണ്, ഡയറക്റ്റ് പോയിന്റാണ്. അവർക്ക് അറിയാം ആളുകൾ ഇത് എടുക്കണം, ആളുകൾ സംസാരിക്കണം, അതല്ലെങ്കിൽ ആളുകൾ സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ള ചിന്തയിൽ അവർ ഈ റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമായിട്ട് മുന്നോട്ട് പോട്ടെ, വിശ്വാസങ്ങൾ അവരുടെ വഴിക്ക് പോട്ടെ. അതിന് കുറ്റം പറയാനും ഇതാക്കാനും പോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളാ ചെയ്യുന്നത് കറക്റ്റല്ല നിങ്ങൾ തോന്നിയെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെക്കുക, മിണ്ടാണ്ടിരുന്നോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്തോളാം. നിങ്ങളുടെ കാര്യത്തിൽ ആരെയും കൈ കടത്താൻ വരുമ്പം നിങ്ങൾ സംസാരിച്ചോ. ബാക്കിയുള്ളവരുടെ അടുത്ത് തലയിടാൻ പോകേണ്ടിരിക്കുക. അത് ഏത് മതമാണെങ്കിലും.